രാവേറെയായെങ്കിലും മുഖക്കാപ്പ് അഴിച്ചു തുടങ്ങിയെങ്കിലും ഞങ്ങളെത്തി കണ്ണനെ കാണാൻ. ഉണ്ണിയെ കാണാൻ മറ്റൊരു ഉണ്ണി. അല്ലെങ്കിലും ഏത് കുട്ടിയായാലും നമുക്ക് നമ്മുടെ കുഞ്ഞ് പൊന്നുണ്ണിയാണല്ലോ, ഉണ്ണിക്കണ്ണനാണല്ലോ. അതിലാണെന്നില്ല പെണ്ണെന്നില്ല ഒന്നുമില്ല. ഇവിടെ എത്തുമ്പോൾ മുഖം മുഴുവനും എണ്ണയാക്കി ഒരു കുട്ടി എവിടെയോ പതുങ്ങിയിരിപ്പുണ്ടെന്ന് നമുക്ക് തോന്നും. ശരിക്കും ഒരു വൃന്ദാവനത്തിലെത്തിയ പ്രതീതിയാണിവിടെ. ഉളനാട് ഉണ്ണിക്കണ്ണനാണ് ഇവിടെ വിളങ്ങുന്നത്. പന്തളം ഉളനാട് ദേശത്തെ കായൽമാടനിൽ നിന്ന് രക്ഷിച്ച് ഇപ്പോഴും കാത്തു പരിപാലിക്കുന്ന ഉളനാട് ഉണ്ണിക്കണ്ണൻ. കണ്ണൻ ഏറെപ്പോഴും വെണ്ണയോടാണ്. യശോദാമ്മയും രോഹിണിയമ്മയും ഇഷ്ടം പോലെ വെണ്ണ കൊടുത്തിട്ടും കണ്ണൻ ഗോപികമാരുടെ വീടുകളിൽ കയറി വെണ്ണ കക്കുമായിരുന്നത്രേ. വെണ്ണക്കള്ളനായ കണ്ണന്റെ കുസൃതി തടയാൻ ഗോപികമാർ വെണ്ണ ഉറിയിൽ കെട്ടിയിടുമായിരുന്നത്രേ. ഈ ഉറികളൊക്കെ ഭക്തരുടെ കഷ്ടപ്പാടും പ്രതീക്ഷകളും ഒക്കെയാണ് കേട്ടോ. അത് കണ്ണനിൽ സമർപ്പിച്ച് കണ്ണൻ അത് സ്വീകരിച്ച് ഭക്തർക്ക് അനുഗ്രഹവും ആശ്വാസവും ചൊരിയുന്നിടമാണിവിടം. കണ്ണൻ എങ്ങനെയാണ് വെണ്ണ കേൾക്കുന്നതെന്ന് ഉണ്ണിയെ കാണിച്ചു കൊടുക്കുകയാണ് അച്ഛൻ. എല്ലാം നോക്കി സന്തോഷമായി അരികെ കണ്ണനും. ഈ അമ്പലത്തിലെ ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ. കണ്ണൻ എന്നാൽ ആനന്ദമാണ്, സ്വാതന്ത്ര്യമാണ്, കുറുമ്പാണ്, കുസൃതിയാണ്. ഇവിടെ നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. കണ്ണനെ ശരിക്കും ഉള്ളിലേറ്റിയവർക്കും ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഈ അമ്പലത്തിലെ ഓരോ ജീവനക്കാരും അങ്ങനെ തന്നെയാണ് കണ്ണനെ ഉള്ളിലേറ്റിയവർ. അത്ര നല്ല പെരുമാറ്റമാണ് ഇവിടെയുള്ള ക്ഷേത്ര ജീവനക്കാർക്ക്. അത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും ഉണ്ണിക്കണ്ണനെ പൂജിക്കുന്ന തിരുമേനിമാർ. അവർക്ക് മാതൃത്വം ഉള്ളിലേക്ക് അറിയാതെ കടന്നു വരും. ഉണ്ണിക്കണ്ണനെ പൂജിക്കുന്നവർ യശോദാമ്മയുടെ പ്രതിനിധികളാണത്രേ. ഒരു വീട്ടിൽ ചെന്നാൽ നമ്മളെ വയറു നിറച്ച് വിടുന്നത് അമ്മമാരാണല്ലോ. മുൻപ് ഇവിടെ വന്നപ്പോൾ ഇതേ അനുഭവം ഉണ്ടായി. അന്ന് ഞങ്ങൾക്ക് കൈനിറയെ പാൽപ്പായസവും വെണ്ണയും ലഡുവും ഒക്കെ തന്നായിരുന്നു ഞങ്ങൾ രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് പോയത്. ശരിക്കും പറഞ്ഞാൽ വയറും മനസ്സും നിറഞ്ഞ്. അന്ന് പക്ഷേ അനിയനും അനിയത്തിയും ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അവരാദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ഈ വട്ടം പക്ഷേ വളരെ താമസിച്ചാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയത് എന്നുള്ളതുകൊണ്ട് തന്നെ പായസവും വെണ്ണയും എല്ലാം തീർന്നിരുന്നു. പക്ഷേ കണ്ണന്റെ സന്നിധിയിലെത്തി ഞങ്ങളെ വെറും കൈയോടെ വിടാൻ തിരുമേനിക്ക് മനസ്സൊന്നുമില്ല. വിഷുക്കൈനീട്ടം ഉണ്ണിക്ക് കൊടുത്താണ് തിരുമേനി ഞങ്ങളെ യാത്രയാക്കിയത്. ഒരുപക്ഷെ ഈ വർഷം ഏറ്റവും ഒടുവിലായി ഉണ്ണിക്ക് കിട്ടിയ കൈനീട്ടവും ഉണ്ണിക്കണ്ണൻ ഏറ്റവും ഒടുവിലായി കൊടുത്ത കൈനീട്ടവും ഇത് തന്നെയാവും.